നമസ്തേ. വിശ്വാസം എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാദര നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ എങ്ങനെയാണ് പ്രദക്ഷിണം വയ്ക്കേണ്ടത്, പ്രദക്ഷിണം എങ്ങനെ വെച്ചാലാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭഗവാൻ നേരായ മാർഗത്തിൽ കൂടി നമ്മൾ ചോദിക്കാതെ തന്നെ ഭഗവാൻ സമർപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ എങ്ങനെ സമർപ്പിച്ചാലാണ് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേരായ മാർഗത്തിലൂടെ നൽകും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗുരുവായൂർ അമ്പലത്തെ പ്രദക്ഷിണം വയ്ക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ഗണപതി ഭഗവാൻ എന്ന അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ഗണപതി ഭഗവാനുണ്ട്. അവിടെ ഗണപതി ഭഗവാന് ഒരു ലഡുവോ അതല്ലെങ്കിൽ ഒരു കദളിപ്പഴമോ അതുമല്ലെങ്കിൽ ഒരു താമരമുട്ടോ അല്ലെങ്കിൽ ഒരു ശർക്കരയോ അത് ഭഗവാന് വേണ്ടി ഉണ്ണി ഗണപതിയായിട്ടോ ക്ഷിപ്രപ്രസാദി ഗണപതിയായിട്ടോ അവിടെ ഭഗവാനെ സിദ്ധി ഗണപതിയോ ബുദ്ധി ഗണപതിയോ അവരുടെ ഭാര്യമാരടക്കമുള്ള ഗണപതിയായിട്ടോ ബാലഗണപതിയായിട്ടോ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഒരിലയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭഗവാന് വേണ്ടി സമർപ്പിക്കണം. നമ്മളെ മനസ്സുകൊണ്ടുള്ള പൂജയാണ് ഏറ്റവും വലിയ പൂജ. ആ നീതിയും ഭഗവാൻ സ്വീകരിക്കും. അതിനുശേഷം അവിടെ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നോ കൊണ്ടുപോയ ഒരു തേങ്ങ നമ്മുടെ തലയിൽ 3 വട്ടം ഒഴിഞ്ഞതിന് ശേഷം അവിടെ അടിക്കണം. അത് ഭഗവാന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം നമ്മൾ 1 രൂപ നാണയം എടുത്ത് 3 വട്ടം തലക്ക് ചുറ്റി, അതും ഗണപതി ഭഗവാനും നല്ല സൽസന്താനങ്ങൾ ഉണ്ടാവാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളില്ലാതെ ഭഗവാൻ നിറവേറ്റിത്തരാനും നമുക്ക് എപ്പോഴും നന്മ മാത്രം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അത് ആ ഭണ്ഡാരത്തിലേക്ക് സമർപ്പിക്കാം. അതിനുശേഷം നമ്മൾ നേരെ ഗുരുവായൂരപ്പൻ്റെ ആ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട്, പുറത്തെ ദീപസ്തംഭവും അവിടെ വന്നിട്ട് നമ്മൾ കണ്ണനോട് ഏത് ഭാവത്തിലാണോ, കണ്ണനെ ഏതൊക്കെ ഭാവത്തിൽ കാണാം, രാധാറാണിയോടുത്ത് കണ്ണൻ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഭാവമുണ്ട്, ആ ഭാവത്തിൽ കാണുക. രാധാസമേതനായ കണ്ണനായിട്ട് കാണാം. അല്ല, ബാലഭാവത്തിലാണ് ഒരു യശോദാമ്മ പൂജിച്ചതുപോലെയാണ് കണ്ണനെ നമ്മൾ കാണുന്നതെങ്കിൽ കണ്ണനെ ആ ഭാവത്തിൽ കാണാം. അല്ല, നമ്മൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണദേവനായിട്ടാണ് കാണേണ്ടതെങ്കിൽ ആ ഭാവത്തിൽ ഭഗവാനെ നമുക്ക് കാണാം. ഏത് ഭാവത്തിലായാലും ഭഗവാനെ നമ്മൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവാനെ നമ്മൾ എല്ലാം പൂർണ്ണ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് പൂന്താനത്തിൻ്റെ ഭക്തിയോടെ, കുറൂരമ്മയുടെ ഭക്തിയോടെ, നമ്മുടെ സഖാവ് എന്ന് വിളിക്കുന്ന ഭഗവാന്റെ കൂട്ടുകാരനായ കുചേലൻ്റെ ഭക്തി, ആ ഭക്തിയോടെയും നമുക്ക് ഭഗവാനെ കണ്ടുകൊണ്ട് അവിടെ ഒരു കദളിപ്പഴം അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഭഗവാന് സമർപ്പിക്കാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, ഒരു താമരപ്പൂവോ അതുമല്ലെങ്കിൽ ഒരു തുളസിമാലയോ ഭഗവാന് സമർപ്പിക്കുക. ആ ഭണ്ഡാരത്തിൻ്റെ ആ മേല അത് അവിടെ സമർപ്പണം ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തെക്ക് ഭാഗത്തേക്കുള്ള യാത്രയിൽ കൂവളത്തിൻ്റെ അവിടെ എത്തും. അവിടെ എത്തുന്ന സമയത്ത് കൂവളത്തിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവിടെ 1 വട്ടം കൂവളത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. അവിടെ ഒന്നുകിൽ ഒരു ചെറിയൊരു ചിരാതെടുത്ത് ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ എന്ന് പറഞ്ഞുകൊണ്ട് മമ്മിയൂർ ദേവനെയും മമ്മിയൂർ ദേവിയെയും മനസ്സിൽ ഏകാഗ്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നുകിൽ അവിടെ ഒരു ചിരാത് കത്തിച്ച് വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂവളം എടുത്ത് നമുക്കവിടെ കൂവളത്തിൻ്റെ ഇല അവിടെ 5ഓ 3ഓ 7ഓ അങ്ങനെയുള്ള ഒറ്റ എണ്ണം എടുത്തിട്ട് അവിടെ സമർപ്പിക്കാം. അങ്ങനെ ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ അല്ലെങ്കിൽ ഓം ഗ്രീം നമഃശിവായ എന്ന രൂപത്തിൽ മമ്മിയൂർ ദേവനെയോ മമ്മിയൂർ ദേവിയെയും 2 പേരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകുന്നു. അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയ ഭഗവാന് അവിടെ നിന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒപ്പം ഗരുഡദേവനോടും പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ വീണ്ടും നമ്മൾ കുളത്തിൻ്റെ അതിലേക്ക് കൂടി നേരെ ആദ്യം നമ്മൾ ഫസ്റ്റിൽ എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ ഭഗവാന് 1 വട്ടം പ്രദക്ഷിണം വെക്കുമ്പോൾ ഒന്നുകിൽ ഇതുപോലെ രുദ്രാക്ഷം ഒന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നമുക്ക് ഓരോ വട്ടം പ്രദക്ഷിണം വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ 18 നാണയം അല്ലെങ്കിൽ 21 നാണയം കയ്യിൽ ആദ്യമേ 1 രൂപ നാണയം എടുത്ത് വെക്കണം. നമ്മൾ ഓരോ വട്ടവും പ്രദക്ഷിണം വെക്കുമ്പോൾ
ഈ നാണയം അവരുടെ ഭണ്ഡാരത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കിത് എത്ര വട്ടം പ്രദക്ഷിണം വെച്ചുവെന്ന് എണ്ണൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ നാണയം തീരുമ്പോഴേക്കും നമ്മൾ 18 വട്ടം അല്ലെങ്കിൽ 21 വട്ടം പ്രദക്ഷിണം വെച്ചുവെന്ന് പൂർണ്ണമായും മനസ്സിലാവും. ഏകാഗ്രമായി മനസ്സ് ഭഗവാനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിതുരരുടെ ഭഗ്നി എങ്ങനെയാണോ പഴത്തൊലി എടുത്തിട്ട് ഭഗവാന്റെ വായിലേക്ക് കൊടുത്തു, പഴത്തിൻ്റെ ഭാഗങ്ങൾ വേസ്റ്റാക്കി ചാടി. അപ്പോൾ വിതുരർ പറഞ്ഞിട്ടുണ്ട്, അല്ലയോ പത്നി, നീ ചെയ്തത് ശരിയല്ല, ഭഗവാനെ പഴത്തൊലിയാണോ കൊടുക്കേണ്ടതെന്ന്. അപ്പം ഭഗവാൻ ആസ്വദിച്ച് കഴിക്കുക ചെയ്യുന്നത്. ആ ഭക്തിയോടെ നമ്മൾ ഭഗവാനെ കാണണം. അപ്പോഴാണ് നമുക്ക് ഭഗവാന്റെ ദർശനം നമുക്ക് അനുഗ്രഹമായിട്ട് കിട്ടുള്ളൂ. ആ ഭാവത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് ഒരു വട്ടം പ്രദക്ഷിണം വെച്ച് അങ്ങനെ ഓരോ വട്ടവും പ്രദക്ഷിണം വെക്കുമ്പോൾ ഏകാഗ്രമായി ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇങ്ങനെയുള്ള നാമങ്ങൾ ഉരുവിടാം. അതല്ല എങ്കിൽ നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് 18 വട്ടോ അല്ലെങ്കിൽ 21 തവണയോ പ്രദക്ഷിണം വെക്കാം. അതുമല്ല, നമുക്കിപ്പോൾ ഈ ശത്രുക്കളുണ്ട്, ശത്രുക്കളെ ഇല്ലാതാക്കണമെന്നാണ് നമ്മുടെ പെട്ടെന്നുള്ള ആഗ്രഹമെങ്കിൽ നമ്മൾ ഗംഭീരം നരസിംഹമൂർത്തിയുടെ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ ആ 18 വട്ടോ 21 തവണയോ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ നരസിംഹമൂർത്തി പെട്ടെന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ ഭഗവാൻ അവിടെ പ്രീതിപ്പെടും. അതല്ല എന്നുണ്ടെങ്കിൽ മഹാസുദർശന മന്ത്രം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നമുക്കത് ഗുരുവിൽ നിന്ന് ആ മന്ത്രം കിട്ടിയതിന് ശേഷം മാത്രമേ ജപിക്കാൻ പാടുള്ളൂ. അപ്പോൾ മഹാസുദർശന മന്ത്രം ജപിക്കുന്ന സമയത്ത് ഓം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരംപുരുഷായ പരമാത്മനെ പരകർമ്മ മന്ത്ര യന്ത്ര തന്ത്ര ഔഷധാസ്ത്രശസ്ത്രാണി സംഹര മൃത്യോർമോചയ ആയുർവർദ്ധയ ക്ഷിപ്രാരോഗ്യം ച കുരു. ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീപ്തേ ജ്വാലാ പരിവൃതായ സർവാരിഷ്ടവിനാശായ സർവദിക്ഷോഭണകരായ സഹസ്രജ്വാലായ പരമാത്മനെ പരബ്രഹ്മണേ പരം ജ്യോതിഷേ ഹും ഫട്ട് സ്വാഹ. ഈ മന്ത്രം നമ്മൾ 21 തവണ പ്രദക്ഷിണം വയ്ക്കുമ്പോഴും സാവധാനം അക്ഷരസ്ഫുടതയോടുകൂടി മനസ്സിലിങ്ങനെ ഉരുവിട്ടുകൊണ്ട് നമ്മൾ പ്രദക്ഷിണം വെക്കുക. ഇത് ഗുരുവിൻ്റെ ഉപദേശം നേടിയതിന് ശേഷമാണ് ഇത് പ്രദക്ഷിണം വയ്ക്കുന്നത് നല്ലത്. ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്ന ആ സമയം മുതൽ നമ്മളെ മനസ്സിൽ നമ്മൾ ഏതൊക്കെ ദേവനെ ഉച്ചരിക്കണമെന്ന് പ്രത്യേകം പറയണം. ഗണപതി ഭഗവാനെ ഉച്ചരിക്കണം, ഓം ശിവശക്തിക്ക് രൂപണേ എന്ന ഭാവത്തിൽ ഉച്ചരിക്കണം, അനന്തനെയും വാസുകിയെയും ഉച്ചരിക്കണം. നമ്മൾ ആദ്യം ഫസ്റ്റിൽ അതൊക്കെ തുടങ്ങുമ്പോൾ സ്റ്റാർട്ടിൽ അതൊക്കെ മനസ്സിൽ ഓർക്കേണ്ട വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് കുമാരായ നമ എന്ന് പറയുമ്പോൾ, നമ്മുടെ വജദ്ഭുവേ എന്ന് പറയുമ്പോൾ, ശരവണഭവ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെയും നമുക്ക് നല്ല അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ അയ്യപ്പനെ നമ്മൾ സ്മരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ശനീശ്വര ദോഷങ്ങളൊക്കെ അകറ്റും. അതുപോലെ ജയ് ഹനുമാൻ ജയ് ശ്രീരാം എന്ന മന്ത്രം ജപിക്കുമ്പോൾ ഹനുമാൻ്റെയും ശ്രീരാമസ്വാമിയുടെയും അനുഗ്രഹം കിട്ടും. ഇങ്ങനെ മന്ത്രങ്ങൾക്ക് ഓരോ പ്രത്യേകതയോടുകൂടി നമ്മൾ അതിനെ കൈകാര്യം ചെയ്ത് ആ ഒന്നാമത്തെ പ്രദക്ഷിണം ക്ലിയറായിട്ട് നല്ല അക്ഷരസ്ഫുടതയോടെ മനസ്സ് ഏകാഗ്രമാക്കി ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയോടുകൂടി ഗുരുവായൂരപ്പനെ 18 പ്രാവശ്യവും 21 പ്രാവശ്യവും പ്രദക്ഷിണം വെക്കുക. നമ്മുടെ കയ്യിൽ രുദ്രാക്ഷമാണെങ്കിൽ ഈ രുദ്രാക്ഷ 21 തവണ നമ്മൾ ആദ്യമേ എണ്ണി പിടിച്ചു വെച്ചത് അത് കഴിയുന്നവരെ നമ്മൾ പ്രദക്ഷിണം വെച്ചാൽ മതി. പിന്നെ രുദ്രാക്ഷ എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള നാണയങ്ങൾ അത് മുഴുവനും സമർപ്പിക്കുക. ഓരോ തവണ ഓരോ നാണയം സമർപ്പിക്കുമ്പോൾ 21 തവണ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കുടുംബ പരദേവതയെ കുലദൈവങ്ങളെ നമഃ എന്ന് നമ്മുടെ തറവാട്ട് പരദേവതയെ ആദ്യം പ്രീതിപ്പെടുത്തുന്ന പോലെ നമ്മൾ മനസ്സിൽ ആ ഭഗവാനെയും ആ ഭഗവതിയെയും കൊണ്ടുവരണം. എന്നിട്ട് ഇതൊക്കെ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രദക്ഷിണം വെച്ചിട്ട് നാരായണ ആലയം എന്ന് പറയുന്ന അവിടെ പോയാൽ നമുക്ക് അവിടുന്ന് ഈ കുളപ്രദക്ഷിണം എങ്ങനെ വെക്കണം എന്നൊരു നോട്ടീസ് കിട്ടും. അതുപോലെ അവിടുന്ന് ഒരു ഭഗവത്ഗീത സൗജന്യമായിട്ട് നിങ്ങൾക്ക് തരും. അവിടെ നിന്ന് ദാനം ചെയ്യുന്നതാണ്. അവിടെ നിന്ന് അതിൻ്റെ അകത്തുള്ള ഭഗവത്ഗീതയിൽ പ്രധാനപ്പെട്ട വരി ഭഗവാൻ കർമ്മം ചെയ്യാനാണ് പറയുന്നത്.
അത് നമുക്ക് പകുത്തു നോക്കിയിട്ട് അതിനെ ഒന്നുകിൽ പാരായണം ചെയ്യുക, അതല്ലെങ്കിൽ അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഈ ഭാഗങ്ങൾ നമ്മൾ പാരായണം ചെയ്യണം. അങ്ങനെ അത് എടുത്തിട്ട് നമ്മൾ നേരെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് പോയി അത് ഭഗവാന്റെ അടുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പാരായണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് തന്നെ ഗവൺമെൻറ് ജോലി കിട്ടും. അതെല്ലാം വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ബുദ്ധിക്ക് നല്ല പഠിപ്പും ഉന്നതിയിലെത്താനുള്ള എല്ലാ ആരോഗ്യങ്ങൾക്ക് നമുക്ക് ആദ്യം വേണ്ടത് ബുദ്ധിശക്തി, ഇച്ഛാശക്തി, ജ്ഞാനശക്തിയാണ്. അത് കൂടിക്കൂടി വരും. അതുപോലെ തന്നെ അവർക്ക് തടസ്സങ്ങളില്ലാതെ വിജയിക്കാനും കഴിയും. അതുപോലെ അവിടെ ഇങ്ങനെയൊക്കെ പ്രദക്ഷിണം ചെയ്തവർക്ക് ഒരുപാട് ആൾക്കാർക്ക് സർക്കാർ ജോലി ലഭിച്ചതുണ്ട്. ഭഗവാനോട് ഒന്നും പറയാതെ, അതായത് ചില ആൾക്കാർ അമ്പലത്തിൽ പോയാൽ പ്രാർത്ഥിക്കുന്നുണ്ടാവും, അതായത് നെഗറ്റീവായിട്ടാണ് ചില ആൾക്കാർ പ്രാർത്ഥിക്കുന്നതാണെന്ന്. അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ എനിക്കെല്ലാം ഐശ്വര്യം തന്ന ഭഗവാനെ അങ്ങേക്ക് കൂപ്പുകൈ, അങ്ങേക്ക് ഒരുപാട് ഒരുപാട് നന്ദി, എനിക്ക് എല്ലാ സൗഭാഗ്യം തന്ന ഭഗവാനെ അങ്ങേക്ക് നന്ദി, എന്നെ പൂർണ്ണ ആരോഗ്യവതിയാക്കിയ ഭഗവാനെ അങ്ങേക്ക് നന്ദി, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാണ്ട് നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചില ആൾക്കാരും മറ്റൊരു രീതിയിൽ പ്രാർത്ഥിക്കുന്നത് കാണാം. അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മളൊന്നും ആവശ്യപ്പെടാതെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിത്തരും. ഇന്നത്തെ ഈ നിങ്ങളോട് സംസാരിക്കുന്ന ഈ വിഷയത്തിലെ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചത്. അതുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്തേ.